മണ്ണുത്തിയിലെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണാൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കും മേയർ നിജി ജസ്റ്റിൻ. മണ്ണുത്തി ദേശീയപാത 6-വരിപ്പാത നിർമ്മാണത്തിന് ശേഷം മണ്ണുത്തിയിലുണ്ടാകുന്ന അതിരൂക്ഷമായ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണാൻ ഒരു വിദഗ്ധ സമിതിയെ നിയോഗിക്കും. വിദഗ്ധ സമിതി തയ്യാറാക്കുന്ന മാസ്റ്റർ പ്ലാൻ മണ്ണുത്തിയിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയതിനു ശേഷം അവ നടപ്പാക്കുമെന്ന് കോർപ്പറേഷൻ മേയർ നിജി ജസ്റ്റിൻ പറഞ്ഞു. മണ്ണുത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് MU മുത്തുവിന്റെ ആവശ്യപ്രകാരം മണ്ണുത്തിയിലെ വെള്ളക്കെട്ടുണ്ടാകുന്ന പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷമാണ് മേയർ ഇക്കാര്യം അറിയിച്ചത്. കാനകൾ ശാസ്ത്രീയമായി നിർമ്മിക്കാത്തതും പല സ്ഥലങ്ങളിലും കാനകളുടെ പണി പൂർത്തീകരിക്കാത്തതും ദേശീയപാത 6-വരിപ്പാത നിർമ്മാണത്തിന് മുൻപ് ഈ പ്രദേശത്ത് റോഡ് ഇടമുറിഞ്ഞ് വെള്ളം ഒഴുകിപ്പോകുന്ന 4 കാനകൾ ഉണ്ടായിരുന്നുവെന്നും അവയിൽ ഒന്ന് ദേശീയപാത അതോറിറ്റി നിർമ്മിച്ചിട്ടില്ലാത്തതുമാണ് ഇപ്പോഴത്തെ വെള്ളക്കെട്ടിന് മുഖ്യ കാരണമെന്ന് മണ്ണുത്തി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MU മുത്തു പറഞ്ഞു. ഇത് മേയറെ നേരിട്ട് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TR സന്തോഷ്, കോർപ്പറേഷൻ കൗൺസിലർമാരായ സിൻഡോമോൾ സോജൻ, നീതു സുമേഷ്, പോളി ജോസ് കുളങ്ങര, കോൺഗ്രസ് നേതാക്കളായ രവീന്ദ്രൻ കരുമത്തിൽ, VV ജോബി, CA ജോസ്, ലിസി ജോൺസൺ, സഫിയ ജമാൽ, സഫിയ നിഷാദ്, ഫിലോമിന ജോസ്, അബൂബക്കർ മണ്ണുത്തി, നൌഷാദ് വട്ടക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രിയമുള്ളവരെ, നമുക്കറിയാം മണ്ണുത്തി ദേശീയപാത ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് അതിനുശേഷം വളരെ നാളുകളായിട്ട് ഈ പ്രദേശത്ത് വെള്ളക്കെട്ട് വളരെ രൂക്ഷമാണ്. ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നം എന്തെന്ന് വെച്ചാൽ ദേശീയപാത അതോറിറ്റിക്കാര് അശാസ്ത്രീയമായ രീതിയിൽ കാനകൾ പണിതിരിക്കുന്നു. പകുതി കാനകൾ പൂർത്തിയാക്കാതെ വെച്ചിരിക്കുന്നു. അതാണ് ഇവിടെ രൂക്ഷമായ വെള്ളക്കെട്ട് ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഈ രൂക്ഷമായ വെള്ളക്കെട്ട് കാരണം ഇവിടുത്തെ നാട്ടുകാർ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ കൗൺസിലേഴ്സ് ഉണ്ട്, മണ്ഡലം പ്രസിഡന്റ് ഉണ്ട്, പൊതുമരാമത്ത് ഇവിടെ മഴ രൂക്ഷമായി കഴിഞ്ഞാൽ വഞ്ചി ഇറക്കേണ്ട അവസ്ഥയാണ് സാധാരണ വർഷങ്ങളായിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ നാഷണൽ ഹൈവേ അതോറിറ്റിക്കാര് ഒരു അനങ്ങാപ്പാറ നയാണ് ഈ പ്രദേശത്തേക്ക് എടുക്കുന്നത്. അതുപോലെ തന്നെ PWD റോഡാണ് ഇവിടെ, റോഡിലാണ് ഈ കാനകളും ഈ പണികളും നമുക്ക് ചെയ്യാനുള്ളത്. അതുകൊണ്ട് ഒരു വിദഗ്ധ സമിതിയെ രൂപീകരിച്ചുകൊണ്ട് നാഷണൽ ഹൈവേ അതോറിറ്റിയും PWDയും അതുപോലെ തന്നെ ഒരു പോസ്റ്റിന്റെ അവിടേക്കും ഈ കാന പോകുന്നുണ്ട്. ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റും ഉദ്യോഗസ്ഥരും ഒരുമിച്ചിരുന്ന് ഒരു വിദഗ്ധ സമിതിയെ രൂപീകരിച്ചുകൊണ്ട് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ഇവിടുത്തെ ജനങ്ങളുടെ മുമ്പിൽ, ഈ രൂക്ഷമായ വെള്ളക്കെട്ട് മൂലം വിഷമിക്കുന്ന ജനങ്ങളുടെ മുമ്പിൽ ഈ മാസ്റ്റർ പ്ലാൻ അവതരിപ്പിച്ചുകൊണ്ട് അവരെ കൂടി ഒരു വിശ്വാസത്തിലെടുത്തുകൊണ്ട് എത്രയും വേഗം ഇതിനൊരു ശാശ്വത പരിഹാരം കാണുക എന്നുള്ള അഭിപ്രായമാണ് തൃശ്ശൂർ മേയർ കോർപ്പറേഷൻ എന്ന നിലയ്ക്ക് എനിക്കുള്ളത്. അതുകൊണ്ട് ഇവിടുത്തെ നാട്ടുകാരുടെ ഈ വിഷമം മനസ്സിലാക്കിക്കൊണ്ട് എത്രയും വേഗം നാഷണൽ ഹൈവേ അതോറിറ്റിയും അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ PWD, ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റ്, ഞങ്ങളുടെ ഉദ്യോഗസ്ഥര് ഒരുമിച്ച് ഒരു കുടക്കീഴിൽ ഇരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കിക്കൊണ്ട് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് ഇതിനൊരു ശാശ്വത പരിഹാരം കാണുക എന്നുള്ള രീതിയിലേക്ക് മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനുള്ള അടുത്ത നടപടികളിലേക്ക് പോകണം. അതിന് ഞങ്ങൾ തയ്യാറാണ്. 10 വർഷക്കാലം മണ്ണുത്തിക്കാരെ അനുഭവിച്ച ഒരു ദുരിതമാണ്. ഇന്ന് ഞങ്ങൾക്ക് ചെറിയൊരു വിശ്വാസമുണ്ട്. കാരണം ഈ ദുരിതത്തിന് അറുതി വരുത്താൻ മറ്റുള്ള വകുപ്പുകളെ തമ്മിൽ ഏകോപിപ്പിക്കണം. അതിന് തയ്യാറുള്ള ഒരു മേയർ തൃശ്ശൂരിന്റെ ഝാൻസി റാണിയാണ് ഇന്ന് മണ്ണുത്തിയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന് കൃത്യമായ ഒരു പരിഹാരം ഉണ്ടാവുമെന്ന് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ഇവിടുത്തെ പ്രധാന പ്രശ്നം മണ്ണുത്തിയിലെ വെള്ളക്കെട്ടാണ്. മണ്ണുത്തിയിലെ വെള്ളക്കെട്ട് 6-വരിപ്പാത പണിതതിന് ശേഷമാണ് വെള്ളക്കെട്ട് അതിരൂക്ഷമായത്. ആ മണ്ണുത്തിയിലെ വെള്ളം ഒഴുകിപ്പോകുന്നതിന് 5 കാനകൾ 1-2 അടി ചാടി കാനയിലേക്ക് പോകാവുന്ന രീതിയിലാണ് പണിതിട്ടുള്ളത്. തന്നെയുമല്ല, മേയർ പറഞ്ഞതുപോലെ കാനകളുടെ പണി പൂർത്തീകരിച്ചിട്ടില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അടിയന്തരമായി ചെയ്യണം. ഇതിന് മേയർ പറഞ്ഞതുപോലെ ഒരു വിദഗ്ധ സമിതിയെ കൊണ്ടുവരണം. ഈ വിദഗ്ധ സമിതി ഇതിന് എന്തൊക്കെ ചെയ്യണമെന്ന് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കണം. ആ മാസ്റ്റർ പ്ലാൻ മണ്ണുത്തിയിലെ ജനങ്ങളെ ബോധിപ്പിച്ച് അതിലെന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ മാറ്റം വരുത്തിയതിന് ശേഷം ആ മാസ്റ്റർ പ്ലാൻ ഇവിടെ നടപ്പിലാക്കണം. അത് മേയർ പറഞ്ഞതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യാണ്.